വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലൊക്കെ വലിയ വിമർശനം നേരിടുന്നത് അതുകൊണ്ടാണ്. വെള്ളാപ്പള്ളി വർഗീയ പ്രതികരണങ്ങൾ നടത്തുന്നു. അങ്ങനെ വർഗീയ പ്രതികരണങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളിയെ പൂമാലയിട്ട് സ്വീകരിക്കുന്നു, മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ കയറ്റുന്നു എന്നുള്ള വിമർശനമൊക്കെ വരികയാണ്. അപ്പോൾ ഈ 2016 മുതലുള്ള കാലം തന്നെ എടുത്തു പറയുന്നതുകൊണ്ടാണ് അത് ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്നത്. ഇവിടെ ഈ വെള്ളാപ്പള്ളിയെ മുൻനിർത്തിക്കൊണ്ട് എന്തോ ഒരു വർഗീയ പ്രീണനം CPIM നടത്തുന്നു എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നത് ഏകപക്ഷീയവും വസ്തുതാവിരുദ്ധവുമായിട്ടുള്ളൊരു ആഖ്യാനമാണ്. കാരണം CPIM-നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ വർഗീയതയുമായി ഒരു തരത്തിൽ പൊരുത്തപ്പെടാൻ കഴിയില്ല. സമീപകാല കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്തരത്തിൽ BJP-യെയോ വർഗീയ ശക്തികളെയോ ആശ്രയിക്കുന്ന സമീപനം കോൺഗ്രസിനും മുസ്ലിം ലീഗിനും അവരുമായി ഇടതുപക്ഷത്തിനെതിരായി സഹകരിക്കുന്ന സമീപനം BJP-ക്കുമാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ BJP വളരുന്നു എന്ന് പറയുന്ന ഒരു വിഷയത്തെ കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിലുള്ള മതേതര മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള അഭിമാനത്തിന് പോറലേൽക്കുന്ന ഒരു പ്രതിഭാസമാണ്. പക്ഷെ അതിൽ ആർക്കൊക്കെ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളത് തുറന്ന് നമ്മൾ ചർച്ച ചെയ്യണം. പക്ഷെ അത് BJP-യുടെ നിയമസഭയിലെ വിജയമായിട്ട് പിന്നെ നിയമത്തുണ്ടായപ്പോൾ UDF ആണ് അതിനകത്ത് പങ്കുവഹിച്ചതെന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും ലോക്സഭയിലേക്ക് BJP-യുടെ ഒരു സ്ഥാനാർത്ഥി, ഇവിടങ്ങളിൽ അത് BJP-യുടെ വളർച്ച BJP-യുടെ നിയമസഭാ പ്രവേശനം എന്ന രൂപത്തിലോ ലോക്സഭാ പ്രവേശനം എന്നുള്ള രൂപത്തിലോ പരിണമിക്കുന്നത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും UDF-ൻ്റെയും വോട്ടുകൾ മറിയുന്നത് കൊണ്ടാണ്.